അപ്പോൾ എല്ലാവർക്കും ഫേവറേറ്റ് ആയിട്ട് കുറച്ച് കറികൾ കാണത്തില്ലേ? അങ്ങനെ എൻ്റെ ഫേവറേറ്റ് കറിയാണ് നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. നമ്മളല്ല, അമ്മ. കാരണം അമ്മയ്ക്ക് അത് ഉണ്ടാക്കാൻ അറിയത്തില്ല, എനിക്ക് ഉണ്ടാക്കാൻ അറിയത്തില്ല. പക്ഷെ ഞാൻ പെട്ടെന്ന് തന്നെ പഠിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് മീൻ കറി. എല്ലാവർക്കും മീൻ കറിയൊക്കെ വെക്കാൻ അറിയാം, പക്ഷെ നമ്മുടെ വീട്ടിൽ എങ്ങനെയാണ് മീൻ കറി വെക്കുന്നതെന്നാണ് ഇന്ന് നിങ്ങളോട് പറയാൻ വേണ്ടി പോകുന്നത്. അപ്പം എല്ലാവർക്കും പല പല ഫേവറേറ്റ് കറി ഉണ്ടെങ്കിലും എൻ്റെ ഫേവറേറ്റ് കറി മീൻ കറിയാണെന്ന് ഞാൻ പറഞ്ഞു. എന്നെ പേഴ്സണലായിട്ട് അറിയാവുന്നവർക്ക് നന്നായിട്ട് അറിയാം, ഞാൻ എല്ലാവരും മീൻ അടിച്ചു മാറ്റി തിന്നുന്ന വ്യക്തിയാണ്. കാരണം വീട്ടിൽ വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിലൊരു 10 മീൻ വെച്ചാൽ അതിലൊരു 8 മീൻ ഞാൻ തന്നെ കഴിക്കും. കാരണം മീൻ എന്ന് വെച്ചാൽ എൻ്റെ ഫേവറേറ്റ് ആട്ടോ. അതിപ്പോൾ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ആണെങ്കിലും എല്ലാവരും മീൻ അടിച്ചു മാറ്റി കഴിക്കുന്ന വ്യക്തിയാണ് ഞാൻ. അപ്പം നമ്മുടെ വീട്ടിൽ നിന്ന് എങ്ങനെയാണ് നല്ല കുടമ്പുളിയൊക്കെ ഇട്ട് വെച്ച് തക്കാളിയൊക്കെ ഇട്ട് വെച്ച അയലക്കറി ഉണ്ടാക്കുന്നതെന്നാണ് ഞാൻ ഇന്ന് പറയുന്നത്. അപ്പം നല്ലപോലെ ചൂടായ നമ്മുടെ ഈ മൺചട്ടിയിലേക്ക് എണ്ണ ഒഴിക്കണം. എണ്ണ ചൂടായി കഴിയുമ്പോൾ നമ്മൾ ഉലുവയും കടുകും ഇടണം. അതിനുശേഷം അത് പൊട്ടിക്കഴിയുമ്പോൾ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച ചെറിയുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ കറിവേപ്പില ഇതിട്ടിട്ട് നമ്മൾ നന്നായി മൂപ്പിക്കണം. അതിനുശേഷം നമ്മൾ അതിൻ്റെ അകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇങ്ങനെ ഇട്ട് കുഞ്ഞായിട്ട് ഒന്നും കൂടെ മൂപ്പിക്കണം. അതിനുശേഷമാണ് നമ്മുടെ മെയിൻ പാർട്ട് തക്കാളി. ഈ തക്കാളി ഇട്ട് വെക്കുന്ന കറിക്കുള്ള ഒരു പ്രത്യേകതര രുചിയാട്ടോ. കാരണം നമ്മൾ ഈ കടയിൽ പോയിട്ട് പൊറോട്ടയൊക്കെ മേടിച്ചിട്ട് തക്കാളി ഇട്ട് അയലക്കറി തരും. എന്താ ടേസ്റ്റ്! ഞാൻ പറയും എനിക്ക് അതേ ടേസ്റ്റുള്ള കറി തന്നെ വേണമെന്ന്. അപ്പോൾ അമ്മ തക്കാളി ഇട്ടു. അതിനുശേഷം തക്കാളി മൂപ്പിച്ചു. എന്നിട്ട് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പാണ് ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്തത്. ഈ തക്കാളിയൊക്കെ ഇട്ട് കഴിയുമ്പോൾ അതിൻ്റെ ഒരു പച്ചച്ചൊവയും പച്ചമണം പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറിയ ഫ്ലെയിമിൽ നന്നായിട്ടത് ഇളക്കണം. അതിനുശേഷമാണ് നമ്മുടെ മെയിൻ പാർട്ട് ഇതാ കൊടംപുളി ഇട്ട് വെച്ച നല്ല അയലക്കറിയാട്ടോ നമ്മളിവിടെ ഉണ്ടാക്കാണ്ടി പോകുന്നത്. അപ്പോൾ ഈ കൊടംപുളി നിങ്ങളിങ്ങനെ മീൻകറികൾ തിന്നാറുണ്ട്? ഞാൻ തിന്നാറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ഈ മീൻകറിയിൽ കൊടംപുളി തിന്നുക എന്നുള്ളത്. അതിനുശേഷം നമ്മൾ നമ്മുടെ മെയിൻ പാർട്ടായിട്ടുള്ള സ്പൈസിനെസ് തരാൻ വേണ്ടിയിട്ട് നമ്മൾ ചില്ലി പൗഡർ ആഡ് ചെയ്തു. അപ്പോൾ 2 സ്പൂൺ ചില്ലി പൗഡറാണ് നമ്മൾ ആഡ് ചെയ്തത്. ആക്ച്വലി അമ്മ ഇത് കാശ്മീരി ചില്ലി നാടൻ ചില്ലി കൂടെ മിക്സ് ആക്കിയതാട്ടോ. അപ്പോൾ നല്ലൊരു എരിവ് കിട്ടും ആൻഡ് നല്ല കളറും കിട്ടും. അപ്പോൾ നമ്മൾ ഓൾറെഡി നല്ല എരിവ് ഫാമിലി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇത്തിരി എരിവും പുളിയും ഉപ്പൊക്കെ കൂടുതൽ വേണം. അപ്പം അതുകൊണ്ട് 2 ടേബിൾ സ്പൂൺ തന്നെ ഇട്ടാൽ തന്നെ നല്ല എരിവാട്ടോ. അതിനുശേഷം ആവശ്യത്തിനുള്ള വെള്ളമാണ് നമ്മളിതിനകത്ത് ആഡ് ചെയ്യുന്നത്. ഈ വെള്ളം ആഡ് ചെയ്ത് കഴിയുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിടുന്ന മീൻ ഏകദേശം അത് നികത്ത് കിടക്കണം. നികത്ത് മീൻസ് നമ്മൾ അത് മൂടിക്കിടക്കണം, അങ്ങനെയാണ് ഇവിടെ പറയാം. അതിനുശേഷം നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇളക്കിയിട്ട് ഇത്തിരി ഫ്ലെയിമൊക്കെ കൂട്ടി വെച്ചിട്ട് മീൻ കറിയാണ് വെയിറ്റ് ചെയ്യണം. ആ തിളയ്ക്കുന്ന തിളപ്പ് കണ്ടാൽ അങ്ങനെ ആ തിള വരുമ്പോഴേക്കും നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ മേളിക്കൂടെ തൂവിക്കൊടുക്കണം. നമ്മുടെ മീൻ കറി അങ്ങനെ റെഡിയായി ഗായ്സ്. അങ്ങനെ ഈ റെഡിയായ മീൻ കറി ഉണ്ടല്ലോ, ഒരു പാത്രത്തിൽ ചോറെടുത്തിട്ട് നമ്മളിതാ ഇങ്ങനെ കൂട്ടിക്കുഴച്ച് കഴിക്കണം. പ്രത്യേകിച്ച് മോരിനോടെ മീൻ കറി കഴിക്കുമ്പോൾ ഒരു പ്രത്യേകതരം ടേസ്റ്റാട്ടോ. ഇത് കഴിച്ച് നമുക്കൊരു അനുഭൂതി ഉണ്ടല്ലോ, പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല.